ചെരുപ്പാണോ ഇത്? തിളങ്ങുന്നുണ്ടല്ലോ. അയ്യോ നല്ല കോമ്പിനേഷൻ കേട്ടോ. ചെരുപ്പാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പുതിയ വാച്ചാണോ അത്? അതെ അതെ, വെള്ള. മുടി കാണിച്ച മുടി. ഓ, ലൈറ്റ് കത്തും. ഓ അത് ലൈറ്റ് കത്തും. ഒരു റിബൺ ഉണ്ട്, വാച്ച് ഉണ്ട്, പുതിയ കയ്യിൽ എന്തോ കെട്ടിയിട്ടുണ്ട്, പുതിയ ഷൂസ്, പുതിയ ഉടുപ്പ്, പുതിയ പാവാട, എല്ലാം പുതിയത്. അടിപൊളിയായിട്ടുണ്ട്. അല്ല എന്താ ഉദ്ദേശം? പാട്ട് ആണോ? ഈ പുതിയ ഡ്രസ് സ്കൂളിലുള്ള കമ്പ്യൂട്ടർ അനിത ടീച്ചറാ വാങ്ങിച്ചു തന്നെ. കമ്പ്യൂട്ടർ പഠിപ്പിക്കണ അനിത ടീച്ചറാ? ആഹാ, കൊള്ളാലോ. അപ്പൊ കമ്പ്യൂട്ടർ എന്താ പഠിപ്പിക്കണേ? ഇപ്പൊ 2-ലായോണ്ട് കൊറേ കാര്യങ്ങൾ പഠിച്ചു. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുമോ? കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? റോബോട്ടിനെ പോലെ ഒരു ഷേപ്പിലാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെയാണ് ഇരിക്കണേ. ടിവി പോലെ ടിവി പോലെ ഇരിക്കുന്ന അത് റോബോട്ടുമാണ് കേട്ടോ മീനുകുട്ടി. എന്നിട്ട് അതില് നമ്മൾ എന്തടിച്ചാലും അത് വരും. കമ്പ്യൂട്ടറില് എല്ലാം പഠിക്കാം. അപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പൊ നമ്മൾ അത് അടിച്ചു കൊടുത്താൽ അതും വരുമോ? ഐസ്ക്രീം ഒക്കെ വരുമോ? കാണാനേ പറ്റത്തുള്ളൂ. അത് കാണിച്ചു തരും. ഇതാണ് ചോറ്, ഇതാണ് മീൻകറി. എന്ത് ചോദിച്ചാലും ഉത്തരം തരും അല്ലേ? ഓക്കെ. കമ്പ്യൂട്ടറിൽ CPU എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, കേട്ടിട്ടുണ്ടോ? അതിന്നാണ് ഇതൊക്കെ കിട്ടുന്നേ. അതിന്നാണ് ഇതൊക്കെ എന്നോട് കോഡുണ്ട്. ഒരു കോഡ് വയറുണ്ട്. ആ കോഡ് ഒന്നും കാണാൻ പറ്റില്ല. എലി വല്ലതും കടിച്ചു മുറിച്ചാൽ എലി കടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കമ്പ്യൂട്ടറിന് പേടിയായി. അതെ, കമ്പ്യൂട്ടറിന്റെ കൂടെ തന്നെ ഇല്ലേ ഒരു എലി? ഒരു മൗസ് ഉണ്ട്. അത് എലി അല്ല, അത് മൗസ് എന്ന് വെച്ചാ അത് ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും ഒക്കെ സെർച്ച് ചെയ്യാനൊക്കെ. അതാണ് മൗസ് എന്ന് വിളിക്കണേ. രണ്ട് സൈഡിലും മൗസ് അല്ലേ എലി? ഓക്കെ. പക്ഷേ അത് വേറെ, ഇത് വേറെ. അത് വേറെ, ഇത് വേറെ. മനസ്സിലായില്ലേ? ക്ലാസ് എല്ലാം മനസ്സിലായി. ഇനി പാട്ട് കേൾക്കാൻ സുഖായില്ലേ? സുഖായി. ഇനി പാട്ട് ഞാൻ അച്ഛനെ കണ്ടല്ലോ, ഒരു കല്യാണത്തിന് വെച്ച് കണ്ടു. അച്ഛൻ പറഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു ഒന്നും വരാത്ത കല്യാണത്തിന്. ബിസി ആയിരുന്നല്ലേ? അപ്പൊ കമ്പ്യൂട്ടർ ഇങ്ങനെ എലി വരുമോന്ന് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. പഠിക്കാനുണ്ടായിരുന്നു. ആ പഠിച്ചതാണ് ഇന്ന് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നത്. ഏതാണ് പാട്ട്? ചങ്ങഴി മുത്തുമായി കൂനി കൂനി വെണ്ണിലെ മുത്തശ്ശി വരുന്നുണ്ടേ. ഡീറ്റെയിൽസ് അറിയോ? ഒന്ന് പറഞ്ഞേ. സിനിമയുടെ പേര് ലൗഡ് സ്പീക്കർ. വർഷം 2009. ലിറിക്സ് അനിൽ പനച്ചൂരാൻ സാറ്. മ്യൂസിക് വിജി ബാൽ സാറ്. പാടിയത് മമ്മൂട്ടി അങ്കിളും അലൻ ജോയ് മാത്യു, ബേബി ശ്വേത മേനോൻ, ശ്വേത മേനോൻ, ബേബി പാർവതി. കൊറേ പേരുണ്ട്, ഒരുപാട് പേര് അല്ലേ? അത്ര പേര് പാടിയിട്ടുണ്ട്. അതെ 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 അതെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
മകരേ മൂമാസം, ചക്കേ മാങ്ങേ മൂമാസം, ചേനയും ചേമ്പും മൂമാസം, അങ്ങനെ പിന്നിങ്ങനെ മൂമാസം. മുത്തശ്ശി വരുന്നുണ്ടേ, പോയി വെള്ളാരം മീനും കാണാം മഴമുത്ത്. ഉച്ചക്കെട്ടി പാറോതി 12 അപ്പം ചുട്ടോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുമ്പം മിന്നാടി. ഉച്ചക്കെട്ടി പാറോതി 12 അപ്പം ചുട്ടോടി, എനിക്കൊരെണ്ണം തന്നോടി, ഞാൻ ചുടുമ്പം മിന്നാടി. മുത്തശ്ശി വരുന്നുണ്ടേ, കാറ്റിന്റെ കൈതട്ടി താഴെ പോയി വെള്ളാരം മീനും കാണാം മഴമുത്ത്. പുല്ലിന്മേലെ ഒന്നു വീണു, ചെല്ലം പിന്നം രണ്ടു വീണു, പിന്നെ പിന്നെ വീട് വരുത്തു പെരുമഴ ഒരു മുഴയായി. താങ്ക് യു. ശ്രീ കുട്ടി പാടി. ഹലോ, എന്തോ? ഒരു കൈ തരട്ടെ? ആ. പോരെ. കൂനിയാണ് വരണേ. മകള് ഒത്തിരി ഇഷ്ടായിട്ടാ. താങ്ക് യു. ഇഷ്ടു. അതെങ്ങനെയാ? കൂനി കൂനി അതെങ്ങനെ? കൂനി കൂനി വെണ്ണി. അത് കൂനി എന്നല്ല, കൂനി എന്നാണ് പറഞ്ഞേ. ആ, കൂനിന്നാ. ഞാൻ കേക്കണ അങ്ങനല്ല. കേണി, കേണി. അങ്ങനെയാണ് കേക്കണേ. അല്ല, കള്ളം പറയരുതേ. ഒന്നുകൂടെ പഠിക്കേ. കൂനി കൂനി. ആ, ഇപ്പൊ കൂനിയാണെന്ന് ഇപ്പൊ മനസ്സിലായി. കൂനി എന്നാ പറയുന്നത്. ആ, പിന്നെ അടുത്ത് താഴെ പോയി. താഴെ പോയി വെള്ളാരം മിനുങ്ങണ മഴമുത്ത്. ആ, മുത്ത്. മുത്ത്. ഇത് മുത്താണോ? അതെ. ആണോ? ആ. ആര് പറഞ്ഞു മുത്താണെന്ന്? എന്തെങ്കില് പിന്നെ എങ്ങനെ എന്താ ചോദിച്ചേ? മുത്തല്ല, മുത്തല്ലേ? ആ. ഈ പൂത്താങ്കിരി പാടിന്നാണോ പൂത്താങ്കിളി പാടിന്നാണോ? പൂത്താങ്കിളിപ്പാടി. ആ, അപ്പൊ പഠിക്കേ. പൂത്താങ്കിളിപ്പാടി. എന്നിട്ട് കാറ്റിൽ പാടി. അപ്പൊ കാറ്റിൽ പറയാ. കുറച്ച് വേണം അപ്പൊ. അതാരാ കാറ്റിൽ പറയ? കിളി. കിളി കാറ്റിൽ പാറി. പറന്നു പോയി. ഇത് കേട്ടപ്പോ എന്റെ കിളി പറന്നു പോയോന്ന് എനിക്ക് സംശയം. ഒന്നുകൂടെ പറയൂ. പൂത്താങ്കിളിപ്പാടി. ആ, അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. തനു ഭയങ്കര കമാൻഡറാണ് കേട്ടോ. ഇങ്ങനെ പാടിയിട്ട് ഇങ്ങനെ നോക്കും. കുറച്ച് പാടിക്കോ. പിന്നെ പാടാൻ വേണ്ടിട്ട് ഭയങ്കര സംഭവം കേട്ടാ. അപ്പൊ അവിടെ കൂട്ടുകാരോട് ജോയിൻ ചെയ്തേ. ചോദിക്കട്ടെ, കൂട്ടുകാരുടെ പേരൊക്കെ ചോദിക്കട്ടെ. കൂട്ടുകാര് ഉഗ്രൻ ഡാൻസ് ആയിരുന്നു കേട്ടോ. അതെ അതെ അതെ. കലക്കി. കൂട്ടുകാരുടെ പേര് പറയാമോ? ആരാധ്യ. ആരാധ്യാന്നോ? മോളെന്നെ ആദ്യം പറഞ്ഞോ. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏത് ക്ലാസ്സിലാ? മൈക്ക് അടുത്ത് വെച്ച്. മൂന്നാം ക്ലാസ്സില്. ആ, ആരാധ്യ. രണ്ട് ആരാധ്യോ? ഇയാള് 3ാം ക്ലാസ്സിലാണോ? അല്ല, 2-ല്. സാരംഗി. സാരംഗി. എന്തൊരു അതെ, ഉഗ്രം പേരാണല്ലോ. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 6th standard. ഓക്കെ. അഭിനന്ദ. അഭിനന്ദ. ഞാൻ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഋഷശിവ.
ദൃശ്യശിവ. ദൃശ്യശിവ. വെറൈറ്റി പേരല്ലേ? Variety പേര്. ഭയങ്കര ആ, ഡിഫറെന്റ്. എത്രല്ല പഠിക്കണേ? ഫോർത്ത്. ഫോർത്തില്. ഓക്കെ. അമേയ അമ്മേ. എത്രയിലായി? 2 2 അച്ചോ. അവന്തിക അവന്തിക. ഓക്കെ. എത്രയിലായി? 3 തേർഡ്. സൂപ്പർ പേരുകളാണ് അതെ അതെ, എല്ലാവരുടെയും സൂപ്പർ പേര്, വെറൈറ്റി പേരുകൾ. പേര് മാത്രല്ല ഡാൻസും സൂപ്പർ ആയിരുന്നു. എല്ലാരും ഇതെന്താ റെയിൻകോട്ടാണോ ഇട്ടിരിക്കുന്നത്? ആ റെയിൻകോട്ടാ. ആ അതാണ് ഈ മഴയത്ത് സിനിമയ്ക്കകത്ത് അങ്ങനെയാണ്. മഴയത്ത് അതെ, ഇതുപോലത്തെ അതെ. ഒരു സ്റ്റെപ്പ് അല്ലേ? മഴയത്ത് കളിക്കണ ഒരു സ്റ്റെപ്പ്. അപ്പൊ ധനുശ്രീ കുട്ടി എന്തോ മധുചേട്ടൻ പാടിയത് ഇഷ്ടപ്പെട്ടോ? ആളും തകരേ മൂമാസം. ഇഷ്ടായില്ലേ? നല്ല ശബ്ദം. നല്ല ശബ്ദം മധുചേട്ടന്റെ. താങ്ക് യു. സിനിമയിലെടുക്കണം. താങ്ക് യു. മധുവിനെ ഒരു സിനിമയെ പഠിപ്പിക്കാന്ന് ഒരവസരം. പ്ലീസ്. എന്തെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ സിനിമയിൽ പാടിക്കണേ. ഓക്കേന്ന്. ചുമ്മാ ഇങ്ങനെ പറഞ്ഞ പോലെ എപ്പോഴാ പഠിപ്പിക്കാൻ പോണേ? ഇപ്പൊ തന്നെ പാടിക്കാം. ആണല്ലേ? ഇപ്പഴാ? അപ്പൊ അത് ഏത് സിനിമയിലായിരിക്കും? ഞാന് ഒരു സിനിമയിൽ അഭിനയിച്ചു, കിളിക്കാറ്റ് എന്ന് പറയണ. ആണോ? സിനിമ നടിയാണല്ലേ അപ്പോ? ആക്ട്രസ്. അത് ശരി. ആ സിനിമയിലെ മധുകളെ പഠിപ്പിക്കോ? അയ്യോ അതിനകത്ത് റിലീസ് ആയില്ലേ? അത് കുഴപ്പമില്ല, ഞാൻ വേറെ കുഴപ്പമില്ല. സിനിമയിൽ അഭിനയിച്ചു. അടുത്ത സിനിമയിൽ അഭിനയിപ്പിക്കോ? വേറെ arrange ചെയ്യിക്കാം. താങ്ക് യു ട്ടാ, താങ്ക് യു. ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട്. അച്ഛനാണ് ആ കിളിക്കാറ്റ് എന്ന് പറയുന്ന സിനിമയില് മ്യൂസിക് ഡയറക്ടർ. മ്യൂസിക് ചെയ്തത്. കള്ളൻ. എന്നിട്ട് എന്നെ വിളിച്ചില്ല. വിളിച്ചില്ല മധുചേട്ടനെ. ഒരു ദിവസം ഒരു സിനിമയില് പാട്ടും പാടാം, ആ. ഓർക്കസ്ട്രയും ചെയ്യാം, സിനിമ നടക്കാം. ഓ അല്ലേ? എല്ലാ മതങ്ങളും. ഓ താങ്ക് യു. ഓ, ഇതിൽ പറയാൻ എന്ത് ഭാഗ്യം എനിക്ക്. അപ്പൊ അടുത്ത സിനിമയിലെ അച്ഛൻ മ്യൂസിക് ഉണ്ടോ? മധുവങ്ങൾ മ്യൂസിക് ചെയ്തു. ഓ ഒരു കാര്യം പറയട്ടെ, ഫസ്റ്റ് മ്യൂസിക് മധു ചെയ്യണം. ആ. അടുത്ത സിനിമയില് അച്ഛൻ മ്യൂസിക് ചെയ്യും. അതെ. ഇങ്ങനെ ഓ ടേൺ ഓക്കെ. എടുത്തിട്ട് അത് കൊള്ളാം. മാറി ചെയ്യാം. ഓക്കെ. ധനുശ്രീ കുട്ടി എന്തോ അതെങ്ങനെയായിരുന്നു? മഴയുടെ മയിലാട്ടം. മഴയുടെ മയിലാട്ടം. ഓ ഏ? അതുപോലെ വേറൊന്നും കൂടി ഉണ്ടായിരുന്നല്ലോ, മഴയുടെ കളിയാട്ടം. മഴയുടെ കളിയാട്ടം. ഓ പെരുമഴ ഒരു പുഴയായി. പെരുമഴ ഒരു പുഴയായി. ആ ഇത് മൂന്നുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതെ, ഭാഗം. എനിക്കും ആ ഭാഗങ്ങളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ എംജെ അങ്കിളിനോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ എന്റെ എംജെ അങ്കിളിന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എംജെ അങ്കിളിന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ അങ്ങനെ പറയല്ലേ. പാട്ട് ഇഷ്ടപ്പെട്ടില്ലാന്ന് പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഒന്ന് രണ്ട് ലൈൻ അത്രേ പറഞ്ഞുള്ളൂ. അപ്പൊ എംജെ അങ്കിളിന്റെ പാട്ടിൽ ചിലരൊക്കെ ഇഷ്ടപ്പെട്ടു, ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു, ചിലത് ഇഷ്ടപ്പെട്ടു, ചിലത് ചിലത് ഇഷ്ടപ്പെട്ടില്ല. സെറ്റായില്ല. ചിലത് ഇഷ്ടപ്പെട്ടു, പിന്നെ ഫുള്ള് ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ മധു അങ്കിളിനും ധനശ്രീ കുട്ടി പാടിയ പാട്ടും പിന്നെ ഇടയ്ക്ക് കാണിച്ച ആക്ഷൻസും കൂട്ടുകാരികൾ കളിച്ച ഡാൻസും എല്ലാം മധു അങ്കിളിന് ഇഷ്ടപ്പെട്ടു. അപ്പൊ മധു അങ്കിള് പാടിയ ആ സ്ഥലവും എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരിക്കും താങ്ക് യു വെരി മച്ച് കേട്ടോ. ആ അപ്പൊ എന്തായാലും ഈ കൂട്ടുകാരൊക്കെ തിരുവനന്തപുരത്തുള്ളവരല്ലേ? ഓക്കെ. എല്ലാരും ഇന്ന് മിഠായി മഴ കൊടുക്കാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആണല്ലേ? ആണോ? എന്നാ പിന്നെ നമുക്ക് സമയം കളയണ്ട. അതെ ഞാൻ ഓക്കെ. കൊടുക്കാം അപ്പൊ എന്തായാലും ഉഗ്രനായി കേട്ടോ. സൂപ്പർ. ആ നമ്മള് ഇവിടുന്ന് ഒരു ഷൂട്ട് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോ അങ്കിളിനെ കണ്ടു. ആരെ കണ്ടു? ജയരാജ് അങ്കിളിനെ. ഡയറക്ടർ ജയരാജ് അങ്കിൾ അല്ലേ? ആ ഓക്കെ. അങ്ങളെ കണ്ടപ്പോ അങ്ങൾ എന്ത് പറഞ്ഞു? കൊറേ സംസാരിച്ചു. എന്നിട്ട് അങ്കിള് പറഞ്ഞു എന്റെ ഒരു സിനിമയിലത്തെ പാട്ട് പാടാം. അങ്ങനെയാണ് ഞാൻ ഈ ചെങ്ങഴി മുത്തുമായി പാടിയത്. അങ്കിളിനെ ഡെഡിക്കേറ്റ്. ഓ അങ്കിളിന് ഡെഡിക്കേറ്റ് ചെയ്താണ് പാട്ട്. സൂപ്പർ. ഓ ജയരാജ് അങ്കിളിന് ഡെഡിക്കേറ്റ് ചെയ്താണ്. ഓക്കെ അങ്കിള് കാണാന്ന് പറഞ്ഞു. ഓക്കെ. ഓക്കെ അപ്പൊ പോരട്ടെ. അങ്ങനെ ഒരു മധുരമഴ നമ്മുടെ ധനുക്കുട്ടിക്കും കൂട്ടുകാർക്കും എന്താ ഇത്? 1 2 3 4 5 6 7 8 9 10. ടാറ്റാ. ഇനി വരണേ. ടാറ്റാ. ടാറ്റാ, ടാറ്റാ, good ബൈ ബൈ, night. ഗുഡ് നൈറ്റ്.